പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദില നൂറ എന്നുള്ള വിഷയമാണ് പറയുന്നത്. 2 ദിവസമായിട്ട് നൂറ ഡ്രസ്സിൻ്റെ ഇറക്കം വളരെ 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 കുറച്ചു. ഇപ്പം എനിക്ക് സംശയം പാൻറ് ഇടാൻ മറന്നോന്ന് എനിക്ക് സംശയം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇപ്പോൾ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇന്നലെ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇവള് ഈ ഫാമിലീസൊക്കെ കയറുന്ന സമയമാണ്. ആ സമയത്ത് ഇവളിങ്ങനെ പാൻറ് ഇടാൻ മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൗസർ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇറക്കുണ്ടാവും, അതിനേക്കാൾ ഇറക്കം കുറവാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അത് ഷഡ്ഡിയായിട്ട് കൂട്ടാം. അപ്പോൾ പാൻറ് ഇടാൻ മറന്ന ഈ ആദിലേനെ നൂറേനെ ആദില കണ്ടിട്ട് ആദിലയ്ക്ക് കൊണ്ട് ഇത് കണ്ടപ്പോൾ ആദില പറയാ, നിന്നെ ഈ ഡ്രസ്സിലാണ്ട് കാണുമ്പോൾ ഇല്ലേ എനിക്ക് കടിച്ച് തിന്നാൻ തോന്നുന്നു. രണ്ടെണ്ണത്തിന് നല്ല മൂത്തിട്ടിരിക്കാൻ തോന്നുന്നുണ്ട്, കടിച്ച് തിന്നാൻ തോന്നുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും അവിടെ ഷാനവാസ് കാണുന്നില്ലേ മോനെ? നീ ഇതിനു മുമ്പ് നമ്മുടെ ഗിസേൽ ഒരു ഡ്രസ്സൊക്കെ വളരെ നല്ല ഇറക്കമൊക്കെ കുറഞ്ഞ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല ഇറക്കമില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് നന്നായി മൊലിയൊക്കെ കാണിച്ച് നടന്നു ഗിസേലിനെ പെട്ടെന്ന് നീ ചെന്നിട്ട് പറഞ്ഞു, ഗിസേല് ഇത് കണ്ടമാനം സ്ത്രീ പ്രേക്ഷകർ, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു പ്രോഗ്രാമാണ് കേരളത്തിലെ ബിഗ് ബോസ്. അപ്പോൾ അവരെന്തുണ്ടാവും, ഇങ്ങനെ ഡ്രസ്സ് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാമക്കേളികൾ നടത്തുന്നവരെ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഗിസേലിൻ്റെ വസ്ത്രധാരണം ഗിസേലൊന്ന് ശ്രദ്ധിക്കണം, ഇമ്മാതിരി വസ്ത്രങ്ങൾ ഇടരുത്. അപ്പോൾ ഗിസേൽ ചോദിച്ചു, എന്താ ഷാനവാസ് നീ അങ്ങനെ പറയുന്നത്? ഷാനവാസ് ഇപ്പം എന്നോട് ദേഷ്യത്തിലാണ് നോക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഇത്തിരി സെക്സിയായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് എന്നെ നോക്കുന്ന ഒരു ദേഷ്യത്തിലല്ല, സന്തോഷത്തിലാണ് നോക്കുന്നത്. അതെനിക്കിഷ്ടമാണ്. അപ്പോൾ അത് ഷാനവാസിന് മനസ്സിലായില്ലേ, അവരെ ശരീരം നല്ല ശരീരമാണ്, കാരണം അവർക്കത് എക്സ്പോസ് ചെയ്ത് നടക്കാനായിട്ട് അവർക്ക് സന്തോഷമുള്ളൂ, ഇഷ്ടമുള്ളൂ. ഷാനവാസ് എന്തിനാണ് ഈ ആങ്ങളെ ഞാൻ മഞ്ഞിട്ട് വെറുതെ ഗിസേലിൻ്റെ കുലസ്ത്രീയാക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഷാനവാസിൻ്റെ പെങ്ങന്മാരാണല്ലോ ആതിര വിത്ത് നൂറ. ഇവരിങ്ങനെയുള്ള ഡ്രസ്സ് 3 ദിവസമായിട്ട് അവിടെ ഇട്ട് നടക്കുക. ഇടയ്ക്കിടയ്ക്ക് ആതിര ഇടാറുണ്ട്, നൂറ എപ്പോഴും ഇടാറുണ്ട്, ആദ്യം ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ഇവരോട് എന്താ ഷാനവാസ് പറയാത്ത, ഒന്ന് ഉപദേശിച്ചൂടെ? കേരളത്തിലെ ഫാമിലികൾ കാണുന്ന ഷോണ്. നിങ്ങൾ എൻ്റെ പെങ്ങന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി കൂടി നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുക, ഇതൊന്നും പറഞ്ഞൂടെ? അതവൻ പറയണില്ല. അവരിട്ട് നടന്നോട്ടെ, അത് കണ്ട് ആസ്വദിക്കാമല്ലോ എന്ന നിലയിലാണെന്ന് തോന്നുന്നുണ്ട്. അവൻ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. അവരാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഡ്രസ്സിൻ്റെ ഇറക്കം കുറച്ച് കൊണ്ടുവരിക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ നൂറയുടെ ഡ്രസ്സ് ശരിയല്ല. ഡ്രസ്സ് അവൾ ഒരുപാട് മോശം ഡ്രസ്സ് ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫാമിലികളൊക്കെ വരുമ്പോൾ മാക്സിമം ഡ്രസ്സിൻ്റെ ഇറക്കം കുറയ്ക്കാൻ പറ്റുമോ അത് കുറച്ചിട്ട് വീട്ടുകാരോടുള്ള വൈരാഗ്യം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ട് നടന്നാൽ അവിടെ ആതിരയ്ക്ക് കടിച്ച് തിന്നാൻ തോന്നിയെന്ന് പറയുമ്പോൾ പിന്നെ അവിടെയുള്ള കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെയും കല്യാണം കഴിച്ച ചെറുപ്പക്കാരെയും കാര്യങ്ങൾ പറയണ്ടല്ലോ. അവരൊക്കെ ഭാര്യമാരെയൊക്കെ വിട്ടു വന്ന് നിൽക്കല്ലേ. ആകെ ഭർത്താവിനെ കിട്ടിയത് നമ്മുടെ ഡോക്ടർക്ക് മാത്രമല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ അവർക്ക് ഇതുപോലത്തൊക്കെ കാണുമ്പോൾ ഇവൾക്ക് കടിച്ച് തിന്നാൻ തോന്നിയെന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പിടിക്കാൻ തോന്നിയാലോ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഷോയിലൊക്കെ മാന്യമര്യാദയായിട്ട് വസ്ത്രം ധരിക്കുക. അതിപ്പോൾ ഗിസേലായാലും കുഴപ്പമില്ല, ആതിര നൂറയായാലും കുഴപ്പമില്ല. ഇതൊക്കെ കുടുംബ പ്രേക്ഷകർ കാണുന്നൊരു ഷോ ആണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ കണ്ടമാനം വൾഗറായിട്ട് ഡ്രസ്സ് ധരിച്ച് നടക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് കാണിച്ച്, അതുപോലെ തന്നെ തുട കാണിച്ച്, അതുപോലെ എത്രയും ടൈറ്റ് ഇവരൊക്കെ കയറി നിന്നിട്ടാണെന്നുണ്ട് ജീൻസ് തുന്നി ഇവരിടുന്നത്. അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ അവർക്ക് ആണുങ്ങളെ നോട്ടം കിട്ടാൻ വേണ്ടി കുറേ മേക്കപ്പും വാരി ഇട്ട് കുറേ ചുണ്ടും ചോപ്പിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളെ കണ്ട ആണുങ്ങൾ എന്താ വിചാരിക്കുക, അവൾ മുട്ടി നോക്കി കഴിഞ്ഞാൽ കിട്ടും, അവൾ പെശകാണ് എന്നൊക്കെ തോന്നും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആൾക്കാരൊന്നും മുട്ടാനും തട്ടാനൊക്കെ നിൽക്കും ചെയ്യും. ബസ്സിലായാലും കാറിലായാലും സിനിമട്ടായാലും വലിയ തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ മുട്ടാനും തട്ടാൻ. അത് ഇവർ ഡ്രസ് കോഡിൻ്റെത്. നമ്മളിപ്പോൾ നോക്കിയാൽ പറഞ്ഞിട്ടൊരു പെണ്ണ് പോകുന്നുണ്ട്, ആ പെണ്ണിനെ ആരെങ്കിലും മാന്താനോ തൊടാനോ പിടിക്കാനോ നിൽക്കണില്ലല്ലോ. അവരെ നോക്കുക തന്നെയല്ലല്ലോ ആൾക്കാർ. അതെന്താണ്, അവരവരെ ശരീരമൊക്കെ മറച്ച് കൃത്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് അവരവരുടേതായുള്ള ഒരു വളരെ അച്ചടക്കത്തോടുകൂടി അവർ പോകണം. അതിനാരും നോക്കണില്ല, ഒന്നും കാണിക്കണില്ല, അത് ചെയ്യുന്നില്ല.
അതേപോലെ തന്നെ നിങ്ങൾ ഈ സ്ത്രീകളാകുമ്പോൾ ഒരു നല്ല മാന്യമായുള്ള ചുരിദാർ നല്ല ഡ്രസ്സാണ്. ആ ചുരിദാർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ കുറയും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സിൻ്റെ കാര്യത്തിൽ വളരെ ദാരിദ്ര്യമാണ്, ഇപ്പോഴും ദാരിദ്ര്യമാണ്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യമാണ്. അത് ബിഗ് ബോസിലായാലും പുറത്തായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണല്ലോ ഓരോന്നൊക്കെ ബിഗ് ബോസിൽ നിന്ന് നമുക്കിങ്ങനെ കുടുംബ പ്രേക്ഷകർക്ക് ഇങ്ങനെയുള്ള പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ബിഗ് ബോസിൽ നല്ല ഡ്രസ്സ് ഇട്ട് നല്ല ഇറക്കമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾ എക്സ്പോസ് ചെയ്യാണ്ടൊക്കെ നടക്കുക. അത് നല്ല കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ആണുങ്ങളുണ്ട്. ഇത് പുറത്തായാലും നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നടക്കുന്ന സ്ത്രീകൾ, അതൊക്കെ ഡ്രസ്സൊക്കെ അവരവരെ ഇഷ്ടത്തിനൊക്കെ ഇടാം. പക്ഷേ ഇങ്ങനെ ചില ഉപദ്രവങ്ങളൊക്കെ വരും. പലരും ചിന്തിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മുട്ടിയാൽ കിട്ടും, അവർ സംഗതി പെശകാണെന്നൊക്കെ തോന്നും ആണുങ്ങൾക്ക് നിങ്ങളെ കാണുമ്പോൾ. അത് തോന്നാണ്ടിരിക്കാനാണ് മാന്യമായി ഡ്രസ്സിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരാൾ നോണ്ടാനും ചാണ്ടാനും പിന്നാലെ നോക്കാനും തുറിച്ച് നോക്കാനും നിൽക്കില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ടോ, ഒരു കുഴപ്പമില്ല. കാണുന്നവർ കണ്ടോട്ടെ, രസിക്കുന്നവർ രസിച്ചോട്ടെ, ഗിസയിൽ പറയണ പോലെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.